കർത്താവിൻ്റെ തിരുനാമത്തിൽ സന്നിഹിതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം അറിയിക്കുന്നു. വിശേഷിച്ച് കർത്താവിൻ്റെ ഭൃത്യൻ എബി പാസ്റ്ററെ ഓർത്ത്, അവിടെയുള്ള ദൈവസഭയെ, ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം നിങ്ങളിൽ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളെയും ഓർത്ത് ദൈവത്തിന് സകല മാനവും മഹത്വവും അർപ്പിച്ചുകൊണ്ട് ഈ ദിവസം മുതൽ കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് നമ്മൾ ആരംഭിക്കുന്നതാകുന്ന ഈ ബൈബിൾ ക്ലാസ്സിൽ ദൈവവചനം ശുശ്രൂഷിപ്പാനുള്ളതാകുന്ന അവസരം കർത്താവ് നിങ്ങളിൽ കൂടെ എനിക്ക് നൽകിയതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വിശേഷിച്ച് വിവിധ സ്ഥലങ്ങളിൽ നിന്നും സമയം വേർതിരിച്ച് കർത്താവിൻ്റെ വചനം പഠിക്കുവാൻ, ദൈവവചനം വാസ്തവത്തിൽ എന്താണ് നമ്മോട് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നത്, ആ വിഷയങ്ങളെ കേൾക്കുവാനുള്ള താല്പര്യത്തോടെയാണ് ദൈവജനം കടന്നു വന്നിരിക്കുന്നതെന്ന് എനിക്കറിയാം. പ്രത്യേകിച്ച് വെളിപ്പാട് പുസ്തകം പഠിപ്പിക്കുവാനായിട്ട് കർത്താവിൻ്റെ ഭൃത്യനിൽ കൂടെ എന്നോട് ആവശ്യപ്പെട്ടപ്പോൾ ദൈവവചനം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത് എപ്പോഴും സന്തോഷമുള്ളതാകുന്ന കാര്യമായതുകൊണ്ട് അത് ഞാൻ സന്തോഷത്തോടെ ആ കാര്യം ചെയ്യുവാൻ താല്പര്യപ്പെട്ടു. വളരെ പ്രാർത്ഥനയോടെ വരുന്ന ദിവസങ്ങളിൽ നിങ്ങളുമായിട്ട് കർത്താവിൻ്റെ വചനം ഷെയർ ചെയ്യുവാൻ നമുക്ക് ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ വളരെ ഹെർമനോട്ടിക്കലി, അതായത് വ്യാഖ്യാന ശാസ്ത്രമനുസരിച്ച് അത്ര എളുപ്പം വ്യാഖ്യാനിപ്പാൻ കഴിയുന്ന ഒരു വേദഭാഗമല്ല വെളിപ്പാട് പുസ്തകമെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. ചില സെറ്റ് ഓൾറെഡി മനസ്സിൽ ചില കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഇതിന്നതൊക്കെയാണ് എന്ന് പറഞ്ഞു പോകുവാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എന്നാൽ അതല്ലല്ലോ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമുക്ക് അവൈലബിളായിട്ടുള്ള എല്ലാ റിസോഴ്സസും അനുസരിച്ച് അന്ന് അവർ കേട്ടതാകുന്ന ദൈവവചനം നമ്മൾ കേൾക്കുവാനായിട്ട് ശ്രമിക്കുന്ന ആ ഒരു പ്രോസസ്സാണ് യഥാർത്ഥത്തിലുള്ളതാകുന്ന വ്യാഖ്യാനം, അല്ലെങ്കിൽ ഒരു ദൈവവചന ഭാഗത്തെ എക്സജീറ്റ്, അതിനെ നന്നായിട്ട് വ്യാഖ്യാനിക്കുക എന്ന് പറഞ്ഞാൽ വാട്ട് ഡിഡ് ദ ഒറിജിനൽ റെസിപ്പിയൻസ് ഓഫ് എ ഗിവൺ ബുക്ക്, വാട്ട് ഡിഡ് ദേ ഹിയർ, അവരെന്ത് കേട്ടു എന്നുള്ളത് മനസ്സിലാക്കുവാനുള്ളതാകുന്ന ഒരു പരിശ്രമമാണ് കൃത്യമാകുന്ന വ്യാഖ്യാനം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ചില സെറ്റ് ചില സ്കീംസ് നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് വെളിപ്പാട് പുസ്തകത്തെ വ്യാഖ്യാനിപ്പാൻ കഴിയും എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. ഞാൻ പറഞ്ഞതുപോലെ തന്നെ വ്യാഖ്യാനിപ്പാൻ വളരെ ബുദ്ധിമുട്ടുള്ളതാകുന്ന ഒരു വേദഭാഗമാണ്. എങ്കിലും ദൈവകൃപയിൽ ആശ്രയിച്ച് നമ്മളത് പഠിക്കാനായിട്ട് ശ്രമിക്കാം. ഈ വെളിപ്പാട് പുസ്തകത്തിൽ വിശേഷിച്ച് ഒരുപാട് സിംബൽസ്, പ്രതീകാത്മകമായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് അത് സത്യത്തിൽ ആ ഒറിജിനൽ റീഡേഴ്സ് നിശ്ചയമായിട്ടും അത് മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം എന്താണ് അവരോട് ദൈവാത്മാവ് പറഞ്ഞതെന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അവരെന്ത് മനസ്സിലാക്കി എന്നുള്ളത് മനസ്സിലാക്കുവാനുള്ളതാകുന്ന ഒരു പരിശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. എന്നാൽ അതേ സമയം തന്നെ പല കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് അറിവില്ല എന്നുള്ള നമ്മുടെ എന്താ പറയുന്നത്, ആ ഹെർമനോട്ടിക്കൽ ഇഗ്നോറൻസ് നമ്മൾ സമ്മതിക്കേണ്ടതായിട്ടിരിക്കുന്നു. കാരണം എൻ്റെ ചെറുപ്പകാലത്തൊക്കെ
ഞാൻ പല വ്യാഖ്യാനങ്ങളൊക്കെ കേട്ടത് ഓർക്കുന്നുണ്ട്. എന്നാൽ സമയം കഴിഞ്ഞപ്പോൾ അതൊന്നും ശരിയായിട്ട് വന്നില്ലെന്ന് മാത്രമല്ല, പല കാര്യങ്ങളും വളരെ ദൈവവചനമായിട്ട് ഘടകവിരുദ്ധമായിട്ടുള്ളതാണെന്നുള്ളത് തെളിയിക്കപ്പെട്ട ഒരു പല ഉദാഹരണങ്ങൾ എനിക്ക് വെളിപ്പാട് പുസ്തകത്തോടുള്ള ബന്ധത്തിൽ പറയാനായിട്ട് കഴിയും. എന്നാൽ അതിലേക്കൊന്നും ഞാനിപ്പോൾ തൽക്കാലം പ്രവേശിക്കുന്നില്ല. ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് ചിന്തിക്കുവാൻ പോകുന്നത് വെളിപ്പാട് പുസ്തകത്തിൻ്റെ 1-ാമത്തെ അധ്യായം അതിൻ്റെ 1 മുതൽ 3 വരെ ഉള്ളതാകുന്ന വാക്യങ്ങളൊന്ന് വായിച്ചിട്ട് അല്പം ചില കാര്യങ്ങൾ ഈ പുസ്തകത്തെക്കുറിച്ചും അതിൻ്റെ ഓതർ ആരാണെന്നും ഇതിൻ്റെ കണ്ടൻസ് എന്താണെന്നും, സത്യത്തിൽ ആ പ്രൊലോഗ് അല്ലെങ്കിൽ ആ മുഖവുര നമ്മൾ വായിക്കുമ്പോൾ തന്നെ ആ പുസ്തകത്തിൻ്റെ ഉദ്ദേശം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോൾ അതിൻ്റെ ഉള്ളടക്കം എന്താണെന്നും അതിൻ്റെ കണ്ടൻസ് എന്താണെന്നും അതിൻ്റെ ഉദ്ദേശം എന്താണെന്നും അതെഴുതിയത് ആരാണെന്നും ആ പുസ്തകത്തെക്കുറിച്ചുള്ളതാകുന്ന ഒരു പൊതുവാകുന്ന ഒരു ചിത്രം ആ പ്രാരംഭ വാക്യങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. പ്രത്യേകിച്ച് അതിൻ്റെ 1 മുതൽ 8 വരെ ഉള്ളതാകുന്ന വേദഭാഗം നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ വെളിപ്പാട് പുസ്തകത്തിൻ്റെ ഒരു ആമുഖമാണ്, ഒരു പ്രൊലോഗാണ്. നമുക്ക് ഇന്ന് നമ്മൾ ആ 3 വാക്യങ്ങളൊന്ന് വായിച്ച ശേഷം അല്പം ചില കാര്യങ്ങൾ ആ വേദഭാഗത്ത് നിന്നും അതിനോട് ബന്ധപ്പെടുത്തി അതിൻ്റെ ഓതർഷിപ്പിനെ കുറിച്ചുമൊക്കെ അല്പം ചില കാര്യങ്ങൾ പറഞ്ഞ് നമ്മുടെ ക്ലാസ് അവസാനിപ്പിക്കുവാനാണ് ദൈവകൃപയിൽ നമ്മൾ ശരണപ്പെടുന്നത്. ദയവായിട്ട് ആ വേദഭാഗം വായിപ്പാനായിട്ട് നിയോഗിക്കപ്പെട്ട പ്രിയപ്പെട്ടവർ ദയവായിട്ട് ഒന്ന് വായിച്ച് സഹായിപ്പാൻ അപേക്ഷിക്കുന്നു. യേശുക്രിസ്തുവിന്റെ വെളിപ്പാട് വേഗത്തിൽ സംഭവിക്കാനുള്ളത് തന്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് അവന് കൊടുത്തു. അവനത് തന്റെ ദൂതൻ മുഖാന്തരം അയച്ച് തന്റെ ദാസനായ യോഹന്നാന് പ്രദർശിപ്പിച്ചു. അവൻ ദൈവത്തിന്റെ വചനവും യേശുക്രിസ്തുവിന്റെ സാക്ഷ്യവുമായി താൻ കണ്ടതൊക്കെയും സാക്ഷീകരിച്ചു. ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ചു കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. സമയം അടുത്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ പ്രാരംഭ വാക്യങ്ങളിൽ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പുസ്തകം ഏത് നിലയിലാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നാം മനസ്സിലാക്കേണ്ടതെന്നുള്ള ഒരു ഔട്ട്ലൈൻ, ഒരു രൂപരേഖ ആദ്യമേ തന്നെ നൽകുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത് ആ ഒരു പ്രൊഫറ്റിക് സ്റ്റൈലിൽ തന്നെ ആ കാര്യം പറയുകയും പ്രാഥമികമായിട്ട് ആർക്ക് ഈ പുസ്തകം അല്ലെ ഈ പ്രവചനം ഇതിലെ വാക്കുകളെ എഴുതിയിരിക്കുന്നുവോ അത് അവർ കേൾക്കുവാനും അനുസരിപ്പാനുമുള്ളതാകുന്ന ഒരു പ്രബോധന വചനത്തോടുകൂടെയാണ് ഈ പുസ്തകം ആരംഭിക്കുന്നത്. ഒന്നുകൂടെ പറഞ്ഞാൽ, ആദിമ കാലഘട്ടത്തിൽ ആരോട് ഇത് പറഞ്ഞുവോ അവർക്ക് ഈ വേദഭാഗങ്ങൾ ആപ്ലിക്കബിൾ ആയിരുന്നു. അവർ കേൾക്കുവാനും അനുസരിപ്പാനും വേണ്ടിയിട്ടാണ് അത് നൽകിയിരിക്കുന്നതെന്ന് വളരെ വ്യക്തമാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ, ഭാവി കാലത്തെക്കുറിച്ചുള്ളതാകുന്ന നമ്മുടെ ക്യൂരിയോസിറ്റിക്ക് ഒരു പരിഹാരം തരാൻ വേണ്ടിയിട്ടല്ല വെളിപ്പാട് പുസ്തകം എഴുതിയിരിക്കുന്നത്. അത് നമ്മൾ
ആദ്യമേ തന്നെ മനസ്സിൽ വെക്കണം. കാരണം ഈ ഭാവിയെക്കുറിച്ചുള്ളതാകുന്ന ക്യൂരിയോസിറ്റി വച്ച് പുലർത്തുന്നവർക്കൊക്കെ സംഭവിക്കുന്നതാകുന്ന ഒരു പിഴവിനെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു അപകടത്തെക്കുറിച്ച് നമ്മുടെ വാഴ്ത്തപ്പെട്ടവനാകുന്ന കർത്താവ് തന്നെ തൻ്റെ ഒലിവറ്റ് ഡിസ്കോഴ്സിൽ പറയുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. ആ കർത്താവ് ഒലിവ് മലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാരോട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചോദിക്കുന്നുണ്ടേ, ഉടനെ അവര് വളരെ ക്യൂരിയസ് ആയിട്ട് ചോദിക്കുന്നുണ്ട്, എപ്പോഴാണ് ഇത് സംഭവിക്കുന്നത്? കർത്താവ് അതിനെക്കുറിച്ച് പറയുന്നതിന് മുൻപേ അവരോട് പറയുന്ന ഒരു കാര്യം ഇതാണ്: നിങ്ങളെ ആരും തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ എന്ന് പറഞ്ഞാൽ, ഓവറായിട്ടുള്ള ആ ക്യൂരിയോസിറ്റി, ഭാവിയെക്കുറിച്ച് കേവലം അറിയുവാനുള്ളതാകുന്ന താല്പര്യം തെറ്റുകളിലേക്ക് വഴുതിപ്പോകുവാനുള്ളതാകുന്ന ഒരു വാതിലാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ പ്രാഥമികമായിട്ട് വെളിപ്പാട് പുസ്തകം, വേദപുസ്തകത്തിലെ ഏത് പുസ്തകവും പഠിക്കുന്നത് പോലെ വെളിപ്പാട് പുസ്തകവും നമ്മൾ അതറിയുകയും അനുസരിക്കുകയും അത് പ്രമാണിക്കുന്നതിനാലുള്ളതാകുന്ന ആത്മീയ അനുഗ്രഹങ്ങൾ അനുഭവിക്കുകയും ചെയ്യുവാൻ ഉള്ള ലക്ഷ്യത്തോട് തന്നെയാണ് വെളിപ്പാട് പുസ്തകം നൽകിയിരിക്കുന്നത്. അത് പ്രാരംഭമായിട്ട് തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയും. ഒന്ന് രണ്ട് കാര്യങ്ങളൂടെ അതിനുള്ള ബന്ധത്തിൽ പറഞ്ഞ് നമുക്ക് മുൻപോട്ട് പോകാം. ഒന്നാമതായിട്ട്, ഈ ആദ്യത്തെ പദം നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മളവിടെ കാണുന്നത് യോഹന്നാൻ സത്യത്തിൽ തൻ്റെ ആ ലേഖനങ്ങളൊക്കെ എഴുതുമ്പോൾ, അല്ലെങ്കിൽ വേദപുസ്തകത്തിലെ മറ്റ് ലേഖനങ്ങളോ പ്രവചനിക പുസ്തകങ്ങളോ ഒക്കെ രചിക്കപ്പെടുമ്പോഴുള്ളതാകുന്ന സാധാരണഗതിയിലുള്ള നിലയിൽ തന്നെ അത് ആരംഭിക്കുന്നു എങ്കിലും ഒരു പടി കൂടെ മുൻപോട്ട് കടന്ന് മറ്റ് ലേഖനങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് ചില പുസ്തകങ്ങളിൽ നിന്നോ അല്പം വിഭിന്നമായിട്ട് ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ താൻ പറയുന്നതാകുന്ന ഒരു കാര്യം വളരെ ശ്രദ്ധേയമാണ്. that he is not communicating merely his own set of visions. തനിക്ക് ലഭിച്ചതാകുന്ന ചില ദർശനങ്ങളെ താൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളതല്ല യോഹന്നാൻ അവിടെ പറയുന്നത്. അതിനേക്കാൾ ഒരു പടി കൂടെ പറഞ്ഞാൽ അവിടെ നമ്മൾ കാണുന്നത് ഈ വിഷൻ നേരിട്ട് ദൈവത്തിങ്കൽ നിന്ന്, പിതാവായ ദൈവത്തിങ്കൽ നിന്ന് പുത്രനാകുന്ന ക്രിസ്തുവിലൂടെ ദൂതന്മാർ മുഖാന്തരം അല്ലെങ്കിൽ ഒരു ദൂതൻ മുഖാന്തരം തനിക്ക് കൈമാറ്റം ചെയ്തതാകുന്ന ഒരു വെളിപ്പാടായിട്ടാണ് യോഹന്നാൻ ഈ പുസ്തകത്തെ നമ്മുടെ മുൻപിൽ, അല്ലെങ്കിൽ ആ ഫസ്റ്റ് ഓഡിയൻസിൻ്റെ മുൻപാകെ താൻ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ പഠിക്കുമ്പോൾ തന്നെ ആ യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാട് എന്ന് പറയുമ്പോൾ ആ ടൈറ്റിലിൽ തന്നെ തുടർന്ന് നമ്മൾ കാണുന്നത് വേഗത്തിൽ സംഭവിപ്പാനുള്ളത് തൻ്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് അവന് കൊടുത്തു. അപ്പോൾ ഈ പുസ്തകത്തിൻ്റെ കണ്ടൻസ് എന്താണെന്നുള്ളത് പറഞ്ഞു. ദിസ് ഈസ് എ വിഷൻ ഫ്രം ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് which was in turn given to him by the Father, and it is given to John. യോഹന്നാന് ലഭിച്ചിരിക്കുന്നത് തൻ്റെ ദാസന്മാരെ വേഗത്തിൽ സംഭവിപ്പാനുള്ളത്
കാണിക്കേണ്ടതിന് നൽകിയിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ യുഗാന്ത്യത്തിൽ സംഭവിപ്പാനുള്ള, അല്ലെങ്കിൽ 1-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ആ വിശുദ്ധന്മാരോട് പറയുകയാണ്, ദിസ് ഈസ് വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. ഇത് സംഭവിക്കാൻ പോവുകയാണ്. സോ വാട്ട് യു ഹാവ് ടു ഡു ആസ് എ റിസൾട്ട് ഓഫ് ദാറ്റ്, ഈ സംഭവിപ്പാൻ പോകുന്നതിൻ്റെ വെളിച്ചത്തിൽ അതിനോടുള്ള റെസ്പോൺസ്, അതിനോടുള്ളതാകുന്ന പ്രതികരണം എങ്ങനെയായിരിക്കണം, ആ നിലയിൽ തന്നെയാണ് ഈ പുസ്തകം നൽകിയിരിക്കുന്നത്. നാം അത് എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഉദാഹരണത്തിന് കർത്താവിൻ്റെ വരവിനെക്കുറിച്ചുള്ളതാകുന്ന പ്രവചനങ്ങളോ, അല്ലെങ്കിൽ പുതിയ നിയമത്തിൽ മറ്റ് പല ഭാഗങ്ങളിലും നൽകപ്പെട്ടിരിക്കുന്നതാകുന്ന തിരുവചനങ്ങളെല്ലാം തന്നെ അതിൻ്റെ ആ കോണ്ടെക്സ്റ്റ് നോക്കിയാൽ, അല്ലെങ്കിൽ അതിൻ്റെ ലക്ഷ്യമായിട്ട് പറഞ്ഞിരിക്കുന്നു. ഉദാഹരണത്തിന് പത്രോസ് അപ്പോസ്തലൻ പറയുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കാൻ പോകുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവനവും ഭക്തിയും ഉള്ളവരായിരിക്കണം. അപ്പോൾ ഈ പ്രവചനം നമ്മൾ പഠിക്കുമ്പോൾ നാം എപ്പോഴും മനസ്സിലാക്കേണ്ടത്, ഭാവി കാലത്തെക്കുറിച്ചുള്ളതാകുന്ന ഒരു സ്കീം നമ്മുടെ കയ്യിലോട്ട് ഇങ്ങ് തരികയല്ല, അല്ലെ അതിനെക്കുറിച്ചുള്ളതാകുന്ന ഒരു രൂപരേഖ തയ്യാറാക്കി ഇങ്ങോട്ട് തരികയല്ല. നേരെ മറിച്ച് ദൈവം, ഗോഡ് ഈസ് ഇൻ കൺട്രോൾ. ദൈവം സകലത്തിന്മേലും താൻ കൺട്രോൾ ചെയ്യുന്നു. ഇതെല്ലാം അവിടുത്തെ ഇച്ഛയനുസരിച്ചും അവിടുന്ന് തീരുമാനിച്ചതുപോലെയുമാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ സംഭവിക്കുവാൻ പോകുന്നതിൻ്റെ വെളിച്ചത്തിൽ വാട്ട് we have to do, or what must be our response, ആ ഒരു എംഫസിസ് ആരംഭം മുതൽ അവസാനം വരെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഒന്നാമതായിട്ട് ഈ പുസ്തകത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന വിശേഷണങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. നമ്മളിവിടെ വായിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാടെന്നുള്ളതാണ്. യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാട്, ദ റെവലേഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്നോ ദ റെവലേഷൻ ഫ്രം ജീസസ് ക്രൈസ്റ്റ് എന്നോ ഒക്കെ പല ഇൻ്റർപ്രറ്റ് ചെയ്യുന്നവരൊക്കെ തന്നെ, വിശേഷിച്ച് നമ്മുടെ വേദപുസ്തകത്തിൻ്റെ തർജ്ജിമകളിലൊക്കെ റെവലേഷൻ ഫ്രം എന്ന് പറഞ്ഞിട്ടുണ്ട്. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടെന്നോ യേശുക്രിസ്തുവിങ്കൽ നിന്നുള്ള വെളിപ്പാടെന്നോ ഒക്കെ നൽകിയിട്ടുണ്ട്. എന്നാൽ നമ്മുടെ മലയാളം ബൈബിളിൽ യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാട് എന്ന് പറഞ്ഞിരിക്കുന്നത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം വളരെ ആക്യുറേറ്റായിട്ടുള്ള ഒരു തർജിമ എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. എന്നാൽ ആ ഒരു വേദഭാഗത്തെ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അത് ഏറെക്കുറെയൊക്കെ ശരിയാണ്. എന്നാൽ സ്ട്രിക്റ്റായിട്ട് നമ്മൾ അതിൻ്റെ പശ്ചാത്തലം നോക്കിയാൽ അങ്ങനെയല്ല നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. നമുക്ക് ഒരു ഡിവോഷനായിട്ട് അങ്ങനെ വേണേൽ പറയാം. അതിൻ്റെ ഫോക്കസ് മുഴുവൻ യേശുക്രിസ്തുവിലാണ്. നിശ്ചയമായിട്ടും ഫോക്കസ് കർത്താവിങ്കിൽ തന്നെയാണ്, അതിന് സംശയമൊന്നുമില്ല. ഒന്നുകൂടെ പറഞ്ഞാൽ ഇറ്റ് ഈസ്, ഞാൻ ഈ ഒരു കാര്യം പറയുന്നത് അതിൻ്റെ അർത്ഥത്തിൽ നമ്മൾ ഗ്രഹിക്കണം. അത് അങ്ങനെ ഗ്രഹിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ എൻ്റെ വാക്കുകളെ മിസ്ഇൻ്റർപ്രറ്റ് ചെയ്യുവാനുള്ള സാധ്യതയുണ്ട്. ഇറ്റ് ഈസ് നോട്ട് ദ സെക്കൻഡ് കമ്മിങ് വി ആർ ലുക്കിംഗ് ഫോർവേഡ് ടു. എനിക്കറിയാം, ആ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾ അല്പം ഒന്ന് ചഞ്ചലിച്ച് കാണും. എന്നാൽ ഹിയർ മീ,
Rather, we are looking forward to the person of the second coming. നമ്മൾ പല സന്ദർഭങ്ങളിലും മിയർലി ആ സെക്കൻഡ് കമ്മിങ്ങിലോട്ട് ശ്രദ്ധ തിരിക്കുന്നത് കൊണ്ടാണ് അതിനെക്കുറിച്ചുള്ളതാകുന്ന തലനാരിഴ കീറി പരിശോധിച്ച് അതിൻ്റെ മെയിൻ ഫോക്കസിൽ നിന്ന് നമ്മളങ്ങ് മാറിപ്പോകും. അതുകൊണ്ടാണ് ഈ അപ്പോസ്തലനാകുന്ന പൗലോസും തുടങ്ങി എല്ലാവരും പറയുന്ന ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. അവരൊക്കെ പറയുന്ന ഒരു കാര്യം ഇതാണ്: ഇനി നീതിയുടെ കിരീടം എനിക്കായിട്ട് വെച്ചിരിക്കുന്നു, എനിക്ക് മാത്രമല്ല അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ചിരിക്കുന്ന ഏവർക്കും കൂടെ. ആ വാക്ക് ശ്രദ്ധിക്കണം. Those who love his appearing. See, we love the Lord. നമ്മൾ നോക്കിയിരിക്കുന്നത് സത്യത്തിൽ നമ്മുടെ കർത്താവിനെയാണ്. നമ്മുടെ അങ്ങോട്ടായിരിക്കണം എപ്പോഴും. അതിൻ്റെ അനുബന്ധ വിഷയങ്ങളിലോട്ടാണ് ഇന്ന് ഫോക്കസ്. ഇവിടെയാണ് ആ പ്രൊഫറ്റിക്കൽ ഇൻ്റർപ്രിട്ടേഷൻസിന് വലിയ പാകപ്പിഴ പറ്റിയത്. പ്രത്യേകിച്ച് വെളിപ്പാട് പുസ്തകത്തിലെ സിംബൽസ് ഒക്കെ വ്യാഖ്യാനിക്കുന്നത് എന്തെല്ലാം നമ്മൾ കേട്ടു. അവിടുത്തെ കുതിരപ്പടയാളികളെ കുറിച്ച് അത് റഷ്യക്കാരുടെ ടാങ്ക് ആണെന്നും, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ആ വെട്ടിക്കിളി വേറെ ഏതെങ്കിലും ഒരു സൂപ്പർ പവറിൻ്റെ ഹെലികോപ്റ്റേഴ്സ് ആണെന്നും, പിന്നെ എതിർ ക്രിസ്തു എന്ന് പറയുന്നത് പോപ്പ് തുടങ്ങി അങ്ങനെ ഒത്തിരി പേരുടെ പേര് പറഞ്ഞു. കുറച്ച് നാൾ മുൻപ് ഞാൻ കേട്ടത് സദാം ഹുസൈൻ ആണെന്ന് കേട്ടു. പക്ഷെ അതെല്ലാം ഈ സിംബൽസിനെ നമ്മൾ ഓരോ ഹിസ്റ്റോറിക്കലി ഉള്ള, അല്ലെങ്കിൽ അത് വളരെ എക്സൈറ്റിംഗ് ആകാം, അതുമായിട്ട് ബന്ധപ്പെടുത്തിയാൽ വരുന്ന പാകപ്പിഴയാണത്. our focus is changed. Rather than loving the person of the second coming, നമ്മുടെ അറ്റൻഷൻ മാറിയിട്ട് മറ്റു പല ആ സെക്കൻഡറി ആയിട്ടുള്ള വിഷയങ്ങളിലേക്ക് നമ്മൾ പോകുകയാണ്. എനിക്ക് തോന്നുന്നത് പിശാചിൻ്റെ തന്ത്രങ്ങളിൽ വലിയൊരു തന്ത്രമാണ് കർത്താവിങ്കൽ നിന്നുള്ള നമ്മുടെ ഫോക്കസിനെ മാറ്റുക എന്നുള്ളത്. അത് ഇവിടെയും സംഭവിക്കുന്നു എന്നുള്ളത് അതൊരു വലിയ അത്ഭുതമൊന്നുമല്ല. എനിവേ, ഞാൻ പറഞ്ഞു വന്നത് നിശ്ചയമായിട്ടും യേശു കർത്താവാണ് ഫോക്കസ്. എന്നാൽ നമ്മൾ ആ ടെക്സ്റ്റിലേക്കൊന്ന് ശ്രദ്ധിച്ചാൽ അവിടെ യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാട് എന്നുള്ളത് ഇറ്റ് ഈസ് നോട്ട് exegetically speaking, not the revelation about Jesus Christ. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പിന്നെയോ അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഇൻഫാക്ട് ജീസസ് ക്രൈസ്റ്റ് ഹിംസെൽഫ് ഈസ് ദ ഓഥർ ഓഫ് ദിസ് റെവലേഷൻ. ഈ വെളിപ്പാട് നൽകുന്നയാളായിട്ടാണ് കർത്താവിനെ അവിടെ നമ്മൾ കാണുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ കോണ്ടെക്സ്റ്റ് അങ്ങനെയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അതായത് യേശു ക്രിസ്തുവിങ്കൽ നിന്നുള്ളതാകുന്ന ഒരു വെളിപ്പാട്. ഈ വെളിപ്പാടിനെ കുറിച്ച് പുതിയ നിയമത്തിൽ പല സ്ഥലങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. പല നിലകളിലുള്ള റെവലേഷനെ കുറിച്ചും അതിനെക്കുറിച്ചൊക്കെ ഞാൻ ഇപ്പം പറയുന്നില്ല. എങ്കിലും ഒരു കാര്യം ഞാൻ പറയട്ടെ. ഇവിടെ യേശു കർത്താവിങ്കൽ നിന്നുള്ളതാകുന്ന ഒരു വെളിപ്പാട്, ആ വെളിപ്പാട് വേഗത്തിൽ സംഭവിപ്പാനുള്ളത് തൻ്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് അവന് കൊടുത്തു. അപ്പം ദൈവം നൽകിയ ഒരു വെളിപ്പാട് യേശു കർത്താവ് തൻ്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് നൽകുകയാണ്. എഗെയിൻ ഇവിടെ പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. എങ്കിലും ഞാൻ ഇപ്പോൾ അവിടെ നിൽക്കുന്നില്ല. ഞാൻ പെട്ടെന്ന്
മുൻപോട്ട് പോകട്ടെ. അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞാൽ നിശ്ചയമായിട്ടും നമ്മുടെ കർത്താവ് നൽകുന്ന ഒരു വെളിപ്പാടെന്നുള്ള അർത്ഥത്തിൽ നമുക്കതിനെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. മാത്രമല്ല, നമ്മുടെ കർത്താവിൻ്റെ ആ ഫുൾ ടൈറ്റിൽ ഈ പ്രൊലോഗിൽ തന്നെ, ഈ ആമുഖ വചനങ്ങളിൽ തന്നെ ഒന്നിലധികം പ്രാവശ്യം ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ യോഹന്നാൻ ആ കാര്യം എഴുതുമ്പോൾ തൻ്റെ ഓഡിയൻസ് മനസ്സിലാക്കണം, അതായത് ഈ ലോകത്തിലേക്ക് കടന്നു വന്ന് നമ്മുടെ ഫ്ലഷ് ആൻഡ് ബ്ലഡ് ഷെയർ ചെയ്ത് കാൽവറി ക്രൂശിന്മേൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇപ്പോൾ പിതാവിൻ്റെ വലതുഭാഗത്ത് ആയിരിക്കുന്ന ആ യേശുക്രിസ്തു തന്നെയാണ് ഈ റെവലേഷൻ പിതാവിങ്കിൽ നിന്നും മീഡിയേറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യവും നാം മനസ്സിലാക്കേണ്ടതിന്, അല്ലെങ്കിൽ തൻ്റെ ഓഡിയൻസ് ഗ്രഹിക്കേണ്ടതിനാകാം നമ്മുടെ കർത്താവിൻ്റെ ആ ഫുൾ ടൈറ്റിൽ നമുക്ക് ഒന്നിലധികം പ്രാവശ്യം അവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. 1-ാം വാക്യത്തിലും 2-ാം വാക്യത്തിലും 5-ാം വാക്യത്തിലും ഇത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ഒന്ന്, ദിസ് ഈസ് ഫ്രം ജീസസ് ക്രൈസ്റ്റ്. 2, ഈ വെളിപ്പാട് എന്നുള്ളതാകുന്ന ആ പദത്തിൻ്റെ അർത്ഥം നമ്മൾ പുതിയ നിയമം ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ അനേക സ്ഥലങ്ങളിൽ ഈ പദം ആവർത്തിച്ചിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. വെളിപ്പാട് എന്ന പദം അനേക സ്ഥലങ്ങളിൽ പുതിയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം പ്രധാനമായിട്ട് നമുക്കിങ്ങനെ പറയാനായിട്ട് കഴിയും: ടു അൺകവർ വാട്ട് ഹാസ് ഫോർമർലി ബീൻ ഹിഡൻ. ഇതുവരെ മറഞ്ഞിരുന്നതാകുന്ന ഒരു കാര്യത്തെ തുറന്ന് കാണിക്കുക എന്ന ആശയം നൽകുന്ന ഒരു പദമാണ് ആ മൂലഭാഷയിലും അതിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് പുതിയ നിയമത്തിൽ ചിലയിടങ്ങളിൽ ഈ പദം ഉപയോഗിച്ചിരിക്കുന്നതൊന്ന് ചൂണ്ടിക്കാണിക്കുന്നത് നമ്മൾക്ക് ആ പദത്തെക്കുറിച്ച് ഒരു ഐഡിയ ലഭിക്കുന്നതിന് നമ്മെ സഹായിക്കുമെന്നുള്ളത് കൊണ്ട്, പ്രത്യേകിച്ച് നമ്മൾ മറ്റ് പല കാര്യങ്ങളിലേക്കൊന്നും പോകാതെ ദൈവവചനത്തിൽ തന്നെ ഈ പദം ഉപയോഗിച്ചിരിക്കുന്നത് ഒന്ന് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ അത് ഉപയോഗിച്ചിരിക്കുന്ന ആശയം എന്തെന്ന് ഗ്രഹിപ്പാൻ നമുക്ക് വളരെ പെട്ടെന്ന് അതിന് കഴിയും. ഉദാഹരണത്തിന് മത്തായി സുവിശേഷം 10-ാം അധ്യായം 26-ാമത്തെ വാക്യത്തിൽ വരുവാനുള്ളതാകുന്ന സമയത്ത്, അതായത് മറഞ്ഞിരിക്കുന്നതൊന്നും വെളിപ്പെടാതെ ഇരിക്കുകയില്ല. കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ എൻകറേജ് ചെയ്യാനായിട്ട് പറയുന്നൊരു കാര്യമാണ്. അവരെ കർത്താവ് നിയോഗിച്ചയക്കുമ്പോൾ അവരോട് പറയുക, ഡോണ്ട് വറി, എവ്രിതിങ് ദാറ്റ് ഈസ് ഹിഡൻ നൗ വിൽ ബി റിവീൽഡ്. അത് നിശ്ചയമായിട്ടും മത്തായി സുവിശേഷം 10:26 അത് വരുവാൻ പോകുന്നതാകുന്ന ആ രാജ്യത്തിൽ, അല്ലെ വരുവാൻ പോകുന്ന ആ എസ്കത്തോൺ, ആ യുഗാന്ത്യ സംഭവങ്ങളുടെ ആ മറ നീക്കുമ്പോൾ അതെല്ലാം വെളിച്ചത്താകും, വെളിപ്പെടും എന്നുള്ള അർത്ഥത്തിൽ ആ പദം ഉപയോഗിച്ചിട്ടുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 17:30 നമ്മളിങ്ങനെ വായിക്കുന്നു, that the Son of Man will be revealed. It is talking about the second coming, to be sure. നമ്മുടെ വാഴ്ത്തപ്പെട്ടവനാകുന്ന കർത്താവിൻ്റെ മടങ്ങി വരവിനെ കുറിച്ച് പറയുന്നു. മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന നാളിൽ അവണ്ണം തന്നെ ആകും. വരുവാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ ഇനി മേലാൽ സംഭവിപ്പാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച്
ഈ പദം ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ അതേ സമയം തന്നെ ഈ പദം മത്തായി സുവിശേഷം 11-ാം അധ്യായം 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത് ദ ഫാദർ റിവീൽസ് ദ ഹിഡൻ തിങ്സ് ടു ലിറ്റിൽ ചിൽഡ്രൻ. ആൻഡ് വേഴ്സ് 27, ആൻഡ് ദ സൺ റിവീൽസ് ദ ഫാദർ ടു ഹും എവർ ഹി വിഷസ്. കർത്താവ് പറയുന്ന വാക്കുകളാണ്. മത്തായി സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യത്തിൽ, പിതാവേ, നീ ഇത് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. ഒരു പ്രസന്റ് ടെൻസിലാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത്. പിതാവല്ലാതെ ആരും, അല്ലെ, പ്രസന്റ് ടെൻസ് എന്ന് ഒരു പക്ഷേ ഞാൻ പറഞ്ഞത് കൃത്യമാകുകയില്ല, എങ്കിലും ഇപ്പോഴുള്ളതിനോടുള്ള ബന്ധത്തിലാണ് കർത്താവ് പറഞ്ഞേക്കുന്നത്. 27-ാം വാക്യത്തിൽ പിതാവല്ലാതെ ആരും പുത്രനെ അറിയുന്നില്ല, പുത്രനും പുത്രൻ വെളിപ്പെടുത്തി കൊടുപ്പാൻ ഇച്ഛിക്കുന്നവനുമല്ലാതെ. അപ്പോൾ വെളിപ്പാട് എന്ന പദം വേദപുസ്തകത്തിൽ, വിശേഷിച്ച് പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്, ഒന്ന്, ആ യുഗാന്ത്യകാലത്ത് കർത്താവിൻ്റെ വരവിനോടുള്ള ബന്ധത്തിൽ എവ്രിതിങ് വിൽ ബി റിവീൽഡ്, മറഞ്ഞിരിക്കുന്നതെല്ലാം മറനീക്കി പുറത്ത് വരും എന്ന അർത്ഥത്തിൽ വെളിപ്പാട് എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നു. മാത്രമല്ല, ഇപ്പോഴത്തെ കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ പിതാവല്ലാതെ പുത്രൻ വെളിപ്പെടുത്തി കൊടുപ്പാൻ ഇച്ഛിക്കുന്നവനല്ലാതെ ആരും പിതാവിനെ അറിയുന്നില്ല, പുത്രനല്ലാതെ. നോക്കുക, ആ കാര്യങ്ങളെല്ലാം നമ്മൾ വായിക്കുന്നു. അതുപോലെ അപ്പോസ്തലനായ പൗലോസ് അനേക പ്രാവശ്യം ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. 2 കൊരിന്ത്യർ 12-ാം അധ്യായം 1-ാം വാക്യവും 7-ാം വാക്യത്തിലും തനിക്ക് താന് 3-ാം സ്വർഗത്ത് താൻ കണ്ട ആ കാര്യത്തെക്കുറിച്ച് ഈ പദം ഉപയോഗിക്കുന്നത്. ഗലാത്യ ലേഖനത്തിൽ 2:2 സുവിശേഷത്തെക്കുറിച്ച്, മാത്രമല്ല ഗലാത്യർ 1:12 അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാടിനാൽ എന്നുള്ളതാകുന്ന ഒരു പദപ്രയോഗം. കൊരിന്ത്യ ലേഖനം 1 കൊരിന്ത്യർ 14:6 30-ാം വാക്യം, എഫേസ്യർ 1:17, ഈ വേദഭാഗത്തെല്ലാം തന്നെ പരിശുദ്ധാത്മാവിനാൽ ലഭിക്കുന്ന വെളിപ്പാടിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നു. മാത്രമല്ല, ഒരു മർമ്മ വെളിപ്പെട്ടു വരുന്നതിനെ കുറിച്ച് ആ അർത്ഥത്തിൽ റോമാലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ആ പഴയ ആ പ്രൊഫറ്റിക് റൈറ്റിങ്സ് അത് ഇപ്പം വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അത് റോമാലേഖനം 16-ാം അധ്യായം 25 മുതൽ 26 വാക്യങ്ങൾ, എഫേസ്യ ലേഖനം 3:3 5-ാം വാക്യം. പിന്നെ നമ്മുടെ വാഴ്ത്തപ്പെട്ടവനാകുന്ന കർത്താവിൻ്റെ മടങ്ങി വരവിനെ കുറിച്ച് ഇറ്റ് ഈസ് എ റെവലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ, മുകളിൽ അപ്പോസ്തലനാകുന്ന പൗലോസ് ആ പദം ഉപയോഗിച്ചിരിക്കുന്നിടത്തെല്ലാം തന്നെ ഒരു ഫിക്സ്ഡ് മീനിങ് ഇല്ല, എല്ലായിടത്തും ഒരർത്ഥമല്ല, വിവിധമാകുന്ന അർത്ഥതലങ്ങളിൽ ഈ പദം ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഈ പുസ്തകത്തിൻ്റെ പേര് തന്നെ വെളിപ്പാടെന്ന് തന്നെയാണ്. എന്നിട്ട് എന്താണ് ഇവിടുത്തെ വെളിപ്പാട്, എന്താണ് ദൈവം വെളിപ്പെടുത്തുന്നത്? നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: വേഗത്തിൽ സംഭവിപ്പാനുള്ളത്. അപ്പോൾ ഇനിയും അതെഴുതപ്പെട്ട ആ കാലഘട്ടത്തിൽ അതാദ്യം കേട്ടവർക്ക് അവരെന്തു മനസ്സിലാക്കിയോ അത് തന്നെയാണ് നാം ഇന്നും മനസ്സിലാക്കേണ്ടത്. അതിനപ്പുറമാകുന്നൊരു അർത്ഥം അതിന് വരികയില്ല. അതാ ഞാനത് പറയുവാനായിട്ട് താല്പര്യപ്പെടുന്നത്. വേഗത്തിൽ സംഭവിപ്പാനുള്ളത് എന്ന് പറഞ്ഞാൽ വാട്ട് മസ്റ്റ് സൂൺ ടേക്ക് പ്ലേസ്. ഒന്നുകൂടെ പറഞ്ഞാൽ, ഇറ്റ് ഈസ് എ റെവലേഷൻ ഓഫ് ജീസസ്
of the imminent future. വേഗത്തിൽ സംഭവിപ്പാനുള്ളതാകുന്ന കാര്യങ്ങൾ ഈ പുസ്തകത്തിൽ വിഷൻസ് ആയിട്ട് അതുവരെ കാണാൻ കഴിയാഞ്ഞതിനെ അൺകവർ ചെയ്തുകൊണ്ട് ഇവിടെ വെളിപ്പെടുത്തുകയാണ്. അപ്പൊ അങ്ങനെ അൺകവർ ചെയ്യുമ്പോൾ സത്യത്തിൽ ഇവിടെ വെളിപ്പെട്ടു വരുന്ന ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. അത് മറ്റൊന്നുമല്ല, ഇറ്റ് ഈസ് ദ ഹിഡൻ റിയാലിറ്റി ഓഫ് ഗോഡ്സ് സോവറിൻ കൺട്രോൾ ഓഫ് ദ ഫ്യൂച്ചർ. അതായത് നഗ്നമാകുന്ന കണ്ണുകളാൽ കാണുവാൻ കഴിയാത്ത, മാനുഷികമാകുന്ന നേത്രങ്ങളാൽ കാണാൻ കഴിയുന്നതിനപ്പുറമായിട്ട് ഭാവിയിൽ സംഭവിപ്പാൻ പോകുന്ന സകലത്തെയും ദൈവത്തിൻ്റെ ആ പരമാധികാരമാകുന്ന കൺട്രോളിൽ ആയിരിക്കുന്നു. ആ ഫ്യൂച്ചർ എല്ലാം തന്നെ കർത്താവിൻ്റെ കൺട്രോളിൽ ആയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ കാണേണ്ടത്. ആ ഒരു വെളിപ്പാടാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ, God will, or how God is going to bring an end to the seeming success of the forces of evil in the present age. ആ ഫോഴ്സസ് ഓഫ് ഈവിൾ, ദുഷ്ടശക്തികളുടെ പുറമേ നോക്കിയാലുള്ളതാകുന്ന ആ സക്സസ് എല്ലാം തന്നെ, അതിനെല്ലാം ഒരെൻഡ് കർത്താവ് എങ്ങനെ തൻ്റെ സോവറിൻ കൺട്രോളിൽ അവിടുന്ന് അതിനൊരു അവസാനം വരുത്തുവാൻ പോകുന്നു എന്ന കാര്യത്തിൻ്റെ ഒരു വെളിപ്പാടാണ്. അതുകൊണ്ടാണ് ആ സൂൺ, വേഗത്തിൽ സംഭവിപ്പാനുള്ളത്, അതിൻ്റെ ആ സീക്വൻസ് നമ്മൾ ശ്രദ്ധിച്ചാൽ, God gave it to Jesus, and Jesus gave it to the angels or angel, and the angel mediated it to John, and John wrote it down for the churches. അങ്ങനെയാണ് അത് വരുന്നത്. ദൈവം കർത്താവിന് നൽകുന്നു, കർത്താവ് അത് ദൂതൻ മുഖാന്തരം യോഹന്നാന് നൽകുന്നു, യോഹന്നാൻ അത് എഴുതി വെക്കുകയാണ്. അത് സഭകൾക്ക് വാട്ട് മസ്റ്റ് സൂൺ ടേക്ക് പ്ലേസ്. എന്നാൽ ആ ഒരു പദപ്രയോഗം പല മിസ് ഇൻ്റർപ്രിട്ടേഷനും വഴിവെക്കുന്ന ഒരു പദപ്രയോഗമാണ്. കാരണം ഇത് എന്താ പറയുന്നത്, 1900 വർഷങ്ങൾക്ക് മുൻപ്, നമ്മൾ പിന്നീട് അതിനെക്കുറിച്ച് അല്പം ചില കാര്യങ്ങൾ പറയും. അതായത് വെളിപ്പാട് പുസ്തകം മിക്കവാറും എഴുതപ്പെടാനുള്ള സാധ്യത 1-ാം നൂറ്റാണ്ടിൻ്റെ അവസാന ഘട്ടത്തിലാണ്. അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പിന്നീട് പറയേണ്ടതായിട്ടുണ്ട്. കാരണം പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമ്മുടെ ആ വലിയ പ്രത്യാശയെ ചോദ്യം ചെയ്യുന്ന ചില തെറ്റായ വ്യാഖ്യാനങ്ങൾ, സീമിംഗ്ലി, ഞാൻ പല പ്രിയപ്പെട്ടവരോടും പേഴ്സണലി സംസാരിച്ചപ്പം, ഇൻഫാക്ട് സാധാരണഗതിയിൽ ആരും അങ്ങനെ ധൈര്യപ്പെടുകയില്ല അത് പറയാനൊന്നും. എന്നാൽ ചിലരൊക്കെ ധൈര്യപ്പെട്ടു. കാരണം ഇപ്പം ഈ സോഷ്യൽ മീഡിയ ഒക്കെ കുറേ ആക്റ്റീവ് ആയതുകൊണ്ടേ, പ്രത്യേകിച്ച് മത്തായി സുവിശേഷത്തിലെ ചില വാക്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മുടെ കർത്താവ് പറഞ്ഞ ചില വാക്യങ്ങളുണ്ട്. മനുഷ്യപുത്രൻ വരുവോളം മരണം ആസ്വദിക്കാത്തവർ ഈ നിൽക്കുന്നവരുടെ കൂട്ടത്തിലുണ്ടെന്നും ഒക്കെ പറഞ്ഞിരിക്കുന്ന ചില വേദഭാഗങ്ങളുണ്ട്. അപ്പോൾ അതിനെ ദുർവ്യാഖ്യാനം ചെയ്തിട്ട്, അതിൻ്റെ കോണ്ടെക്സ്റ്റിൽ നിന്ന് മാറ്റിയിട്ട്, കർത്താവിൻ്റെ വരവ് AD 70 സംഭവിച്ചു
എന്ന് പറയുന്ന പല പ്രിയപ്പെട്ടവരും ഇപ്പോൾ എഴുന്നേറ്റിട്ടുണ്ട്. എനിക്ക് ഏറ്റവും വളരെ അതിശയമായിട്ട് തോന്നിയത് കഴിഞ്ഞ ദിവസം ഒരു പ്രിയപ്പെട്ടവനെ കണ്ടത്. അദ്ദേഹം പറഞ്ഞ്, ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ പെന്തക്കോസ്തുകാരുടെ അടിത്തറ ഇളക്കാൻ പോകുന്നതാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഒരു ഇനീഷ്യലുണ്ട്, പാസ്റ്റർ സോ ആൻഡ് സോ. എന്തുകൊണ്ട് അദ്ദേഹം ഈ പാസ്റ്റർ എന്ന് വെക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എനിവേ ഒരു ഡിബേറ്റൊക്കെ നടന്നു, അതൊന്നും എനിക്ക് വാച്ച് ചെയ്യാൻ സമയം കിട്ടില്ല. എങ്കിലും ഈ വിഷയങ്ങളൊക്കെ ദൈവം അനുവദിച്ച, എനിക്കറിയാം നമ്മളിൽ പലർക്കുമൊക്കെ ഈ സംശയങ്ങൾ കാണും. ആരും അത് ഒരിക്കൽ ഒരാൾ എന്നോട് പറഞ്ഞേ, പക്ഷേ അത് അങ്ങ് വിശ്വസിക്കുക, ആ വാക്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സംശയങ്ങളൊക്കെ ഉണ്ട്, പിന്നെ ഞങ്ങളങ്ങ് വിശ്വസിക്കുക. ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, അങ്ങനെ വിശ്വസിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് വളരെ കൃത്യമായിട്ട് ദൈവവചനത്തിൻ്റെ കോണ്ടെക്സ്റ്റിൽ അത് വിശദീകരിക്കാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ. മനസ്സിലാക്കാൻ ഒരുക്കമാണെങ്കിൽ ആ കാര്യത്തെക്കുറിച്ച് നമുക്ക് പിന്നീട് ചിന്തിക്കാം, നമുക്ക് അവസരങ്ങൾ ലഭിക്കുമെന്ന് കരുതുക. ഓക്കെ, നിശ്ചയമായിട്ടും നമ്മുടെ ആ പഠനത്തോടുള്ള ബന്ധത്തിൽ അത് സൂചിപ്പിച്ചു പോകാനായിട്ട് ഞാൻ പരിശ്രമിക്കുന്നതാണ്. കുറച്ചുകൂടെ സമയമെടുക്കുമെന്നേ ഉള്ളൂ, അത് കുഴപ്പമില്ല. നമ്മൾ പറയുന്ന കാര്യങ്ങൾ പ്രത്യേകിച്ച് ഇതുപോലെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതിനെ പ്രിറ്ററിസം എന്നാണ് പറയുന്നത്, ആ ഒരു പദപ്രയോഗം. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് ചിന്തിക്കാം. അപ്പോൾ അത് വിശ്വസിക്കുന്നവരൊക്കെ കരുതുന്നത് വെളിപ്പാട് പുസ്തകം AD 70 മുൻപ് എഴുതപ്പെട്ടു എന്നുള്ളതാണ്. എന്നാൽ നമുക്ക് വളരെ, എന്തുകൊണ്ടാണ് ഞാനിത് പറയുന്നതെന്നുള്ളത് അല്പം ചില കാര്യങ്ങൾ പിന്നീട് സൂചിപ്പിക്കാം. മേ ബി നെക്സ്റ്റ് ക്ലാസ്സിൽ അത് പറയാവുന്നതാണ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വളരെ റിലയബിളായിട്ടും ഡോക്യുമെൻ്ററി ആയിട്ടും ഒക്കെ ഉള്ളതാകുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ AD 90-നും 100-നും ഇടയ്ക്ക്, ഒരുപക്ഷെ കൃത്യമായിട്ട് പറയാൻ നമുക്ക് കഴിയുകയില്ലെങ്കിലും ഏകദേശം AD 95 അടുത്ത് തന്നെ ആകാം വെളിപ്പാട് പുസ്തകം രചിക്കപ്പെട്ടത് എന്ന് കരുതാനുള്ളതാകുന്ന പല തെളിവുകൾ നമുക്ക് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ തെളിവുകൾ നൽകാനായിട്ട് കഴിയും. എനിവേ, തൽക്കാലം ഞാൻ ആ വിഷയത്തിലേക്ക് പോകുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയെങ്കിൽ 1900 വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞതാകുന്ന ഒരു കാര്യമാണ് വേഗത്തിൽ സംഭവിപ്പാനുള്ളത്. അപ്പം ഈ വേഗത്തിൽ സംഭവിക്കുക എന്നുള്ള ആ പദപ്രയോഗം, ആ പ്രൊഫറ്റിക് ലാംഗ്വേജിൽ സത്യത്തിൽ ദൈവവചനത്തിൽ അത് ഉപയോഗിച്ചിരിക്കുന്ന വിധം നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ, നാളെ അല്ലെങ്കിൽ അടുത്ത നിമിഷം സഡൻലി, പെട്ടെന്ന്, പൊടുന്നനവെ ഇപ്പം സംഭവിക്കും എന്ന അർത്ഥത്തിലല്ല അത് പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അല്പസമയത്തിനുള്ളിൽ തന്നെ, സൂൺ അല്ലെ പൊടുന്നനവെ അതെല്ലാം സംഭവിക്കും എന്നുള്ള കാര്യമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഈ പുസ്തകത്തിൽ തന്നെ ഐ കം ക്വിക്ക്ലി, ഞാൻ വേഗത്തിൽ വരുന്നു എന്ന് പറയുമ്പോൾ ആ കോണ്ടെക്സ്റ്റ് തന്നെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ സത്യത്തിൽ ഇത് ഒരു അപ്പോക്കാലിപ്റ്റിക് ലാംഗ്വേജ് ആണ്, അല്ലെങ്കിൽ പ്രവചന ഭാഷയാണ്. എന്തുകൊണ്ടാണെന്നുള്ളത് ചില വേദഭാഗങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഉദാഹരണത്തിന്, ഞാൻ എല്ലാം വായിക്കാനായിട്ട് ഇപ്പം സമയം എടുക്കുന്നില്ല. ലൂക്കോസിൻ്റെ സുവിശേഷം 18:8, റോമാലേഖനം 16:20, വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽക്കീലാക്കി തകർത്തുകളെ എന്ന് പറയുന്ന ആ വേദഭാഗം, 1 പത്രോസ് 4:7. ഇവിടെ എല്ലാം തന്നെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ മറ്റ് പല വേദഭാഗങ്ങളും നമ്മൾ അതുമായിട്ട് കമ്പയർ ചെയ്താൽ, ഉദാഹരണത്തിന് മത്തായി സുവിശേഷം 13:24 മുതൽ 30 വരെയുള്ള വേദഭാഗങ്ങൾ, 25:1 മുതൽ 13 വരെയുള്ള വേദഭാഗങ്ങൾ, ഈ വേദഭാഗങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ അവിടെയെല്ലാം തന്നെ സൂൺ, പെട്ടെന്ന്, വേഗത്തിൽ
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇറ്റ് ഡസൻ മീൻ ദർ ആർ നോ അതർ ഈവൻസ് എറ്റ് ടു ഒക്വർ. വേറെ കാര്യങ്ങളൊന്നും അതിൻ്റെ ഇടയിൽ സംഭവിപ്പാനില്ല എന്ന അർത്ഥത്തിലല്ല പ്രവചനിക ഭാഷയിൽ അവിടെയെല്ലാം നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഉദാഹരണത്തിന് വെളിപ്പാട് പുസ്തകം തന്നെ ആ വേദഭാഗം മാത്രം ദയവായിട്ട് സിസ്റ്റർ ഒന്ന് വായിക്കണം. അതിൻ്റെ 6-ാം അധ്യായം 11-ാമത്തെ വാക്യം. അതായത് ഈ വെളിപ്പാട് പുസ്തകത്തിൽ തന്നെ വേഗത്തിൽ സംഭവിക്കുന്ന ആ ഒരു പദം പറയുമ്പോൾ തന്നെ ഇറ്റ് ഡസൻ മീൻ ഇറ്റ്സ് ഗോയിങ് ടു ഹാപ്പൻ റൈറ്റ് അവേ, ഉടനെ സംഭവിക്കുന്നു എന്ന അർത്ഥത്തിലല്ല. എന്ന് പറഞ്ഞാൽ നിശ്ചയമായും അത് സംഭവിക്കും. അതിൻ്റെ ഇടയിൽ പല കാര്യങ്ങളും സംഭവിച്ചേക്കാം, പക്ഷെങ്കിൽ ഇത് നിശ്ചയമായും സംഭവിക്കും എന്ന അർത്ഥത്തിലാണ് വേഗത്തിൽ സംഭവിപ്പാനുള്ളത്. അപ്പോൾ 1900 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇത് സംഭവിച്ചില്ലല്ലോ എന്ന് ചിന്തിക്കുന്നെങ്കിൽ ദൈവവചനം അതിനെ എങ്ങനെ കാണുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. 6:11 വായിച്ചോളൂ. 6:11. അപ്പോൾ അവരിൽ ഓരോരുത്തരും വെള്ള നിലയം കൊടുത്തു. അവരെ പോലെ കൊല്ലപ്പെടുവാനിരിക്കുന്ന സഹവൃത്യന്മാരും സഹോദരന്മാരും വന്നു തികയുവോളം അല്പകാലം കൂടെ സ്വസ്ഥമായി പാർക്കണമെന്ന് അവർക്ക്. അപ്പോൾ വേഗത്തിൽ സംഭവിക്കുവാനിരിക്കുന്നതെന്ന് പറയുമ്പോൾ തന്നെ അവിടെ നമ്മൾ വായിക്കുന്ന ഒരു കാര്യം, അവരെ പോലെ ഉള്ള സഹോദരന്മാരും വന്ന് തികയുവോളം അല്പകാലം കൂടെ സ്വസ്ഥമായി പാർക്കണം എന്ന് അവർക്ക് അരുളപ്പാടുണ്ടായി. എന്ന് പറഞ്ഞാൽ ഈ സത്യത്തിൽ വേഗത്തിൽ സംഭവിപ്പാനുള്ളത് എന്ന ആശയം പ്രവചനിക ഭാഷയിൽ നൽകപ്പെട്ടിരിക്കുന്നത് ഇങ്ങനെയാണ്. കർത്താവിൻ്റെ എന്നാ പറയുന്നേ, യേശു കർത്താവിൻ്റെ ആ ഫൈനൽ ട്രയംഫിലേക്കുള്ള ആ കാര്യങ്ങൾ ഇറ്റ് ഹാസ് ഓൾറെഡി ബീൻ സെറ്റ് ഓൺ മോഷൻ. അത് തുടങ്ങിയിരിക്കുക, അത് ഓൾറെഡി തുടങ്ങിയിരിക്കുന്നു. അതിൻ്റെ ഇടയിൽ പല കാര്യങ്ങളും സംഭവിച്ചേക്കാം, എന്നാൽ ഇറ്റ് ഈസ് എ ഷുവർ തിങ് ദാറ്റ്സ് ഗോയിങ് ടു ഹാപ്പൻ. ആ അർത്ഥത്തിലാണ് പ്രവചനിക ഭാഷയിൽ വേഗത്തിൽ, അത് പഴയ നിയമത്തിലുള്ള ഈ അപ്പോക്കലിപ്റ്റിക്കൽ പുസ്തകങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാലും അവിടെ എല്ലാം തന്നെ ഈ അർത്ഥത്തിലാണ് അത് പറഞ്ഞിരിക്കുന്നത്. വേഗത്തിൽ, ഉടനെ, പെട്ടെന്ന് സംഭവിപ്പാനുള്ളതെന്ന് പറയുമ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് സംഭവിക്കുന്നു എന്ന അർത്ഥത്തിലല്ല. അതിൻ്റെ ഇടയിൽ പല കാര്യങ്ങളുമുണ്ട്, പക്ഷെങ്കിൽ ഇറ്റ് ഈസ് ഗോയിങ് ടു ഷുവർലി കം ടു പാസ്. അത് നിശ്ചയമായും സംഭവിക്കും എന്നുള്ളതാണ് നമ്മൾ അവിടെ മനസ്സിലാക്കുന്നത്. ഇവിടെ അങ്ങനെ സംഭവിപ്പാനുള്ള ആ കാര്യങ്ങൾ വെളിപ്പാട് പുസ്തകത്തിൽ തന്നെ പല കാര്യങ്ങൾ അതിനുള്ള ബന്ധത്തിൽ ഞാൻ ഈ പറഞ്ഞ ആശയത്തെ വെളിവാക്കുന്ന അനവധി വേദഭാഗങ്ങളുണ്ട്. എന്നാൽ നമുക്കത് പിന്നീട് ആ വേദഭാഗങ്ങൾ ചിന്തിക്കുമ്പോൾ കൂടുതലായിട്ട് നമുക്കത് പഠിക്കാവുന്നതുകൊണ്ട് ഞാൻ ഇപ്പോൾ അവിടേക്ക് പോകുന്നില്ല. എന്നാൽ അടുത്ത ആ പദം കൂടെ ഒന്ന് പറഞ്ഞ് ഞാൻ മുൻപോട്ട് പോകട്ടെ. അതിങ്ങനെയാണ്, തൻ്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അവന് കൊടുത്തു. അപ്പോൾ ദാസന്മാരെന്ന് പറയുമ്പോൾ സത്യത്തിൽ എത്ര മീനിങ് ഫുള്ളായിട്ടുള്ള ഒരു പദപ്രയോഗമാണ്. നമ്മൾ ദൈവത്തിൻ്റെ, കർത്താവിൻ്റെ ദാസന്മാരായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഒന്നുകൂടെ പറഞ്ഞാൽ we are servants of God. Servants എന്ന് സത്യത്തിൽ ആ ഡൂലോസ് എന്ന പദമാണ് അവിടെ എല്ലാം തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. എ slave of the master, or a slave who belongs to his master and has no
റൈറ്റ്സ് ഓഫ് ഹിസ് ഓൺ. തൻ്റേതാകുന്ന റൈറ്റ്സ് ഒന്നുമില്ലാത്ത യജമാനന്റെ അടിമകളെ കുറിച്ചാണ് നമ്മൾ അവിടെ വായിക്കുന്നത്. ഇനി നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ സത്യത്തിൽ ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. എത്രത്തോളം നമ്മൾ കർത്താവിൻ്റെ ദാസീദാസന്മാരാണ് ആ വാക്കിൻ്റെ അർത്ഥത്തിൽ. അത് നമ്മൾ നമ്മെ തന്നെ പരിശോധിക്കേണ്ടതാകുന്ന കാര്യങ്ങളാണ്. അതോ നമ്മുടെ അംബിഷൻസും നമ്മുടെ ആ പ്ലാനുമാണോ? ഗോഡ് ഈസ് ഓൺലി എ മീൻസ് ടു അവർ എൻഡ്. ഇന്ന് പലപ്പോഴും അതാണ്. ഗോഡ് ഈസ് സിംപ്ലി എ മീൻസ്. നമ്മുടെ കർത്താവ് ഒരു മാർഗം മാത്രമാണ്. കർത്താവ് നമ്മുടെ ലക്ഷ്യമാകുന്നില്ല. സത്യത്തിൽ ദിസ് റെവലേഷൻ ഈസ് ഗിവൺ ടു ഹിസ് സെർവൻസ് ഹു ആർ ട്രൂലി ഹിസ് സെർവൻസ്. നമുക്ക് നമ്മുടേതാകുന്ന അംബിഷൻസോ നമ്മുടെ പ്ലാൻസോ നമ്മുടെ പദ്ധതികളോ ഒന്നുമില്ല. വി ആർ സെർവൻസ് ഓഫ് ഗോഡ്. അവർക്കാണ് ഈ റെവലേഷൻ നൽകുന്നത്. അത് പ്രാഥമികമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഇനി അത് മാത്രമല്ല, അവിടെ യോഹന്നാൻ തന്നെക്കുറിച്ച് വിശേഷിപ്പിക്കുന്ന ആ പദപ്രയോഗം ഒന്ന് ശ്രദ്ധിച്ചേ. അവൻ അത് തൻ്റെ ദൂതൻ മുഖാന്തരം അയച്ച് തൻ്റെ ദാസനായ യോഹന്നാന് പ്രദർശിപ്പിച്ചു. അപ്പോൾ യോഹന്നാൻ തന്നെക്കുറിച്ച് വിശേഷിപ്പിക്കുന്നത് അങ്ങനെ. സത്യത്തിൽ ആ എന്താ പറയുന്നത്, അപ്പോസ്തലനാകുന്ന പൗലോസ് പല സന്ദർഭങ്ങളിലും തൻ്റെ അപ്പോസ്തോലികതയെ അല്ലെങ്കിൽ അപ്പോസ്റ്റൽഷിപ്പിനെ കുറിച്ച് എടുത്തു പറയുന്നുണ്ട്. അത് ഐ ആം റെവറൻ സോ ആൻഡ് സോ എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല സത്യത്തിൽ. പിന്നെയോ എനിക്ക് ഉള്ളതാകുന്ന ആ പദവി, സി ഇറ്റ് ഈസ് എ ഗോഡ് ഗിവൺ പ്രിവിലേജ് ആൻഡ് അതോറിറ്റി ടു ടെൽ യു വാട്ട് ഐ ആം ടെല്ലിങ് നൗ. അതുകൊണ്ടാണ് ആ അപ്പോസ്റ്റോലിക് ഈഗോ ചില സന്ദർഭങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. ഒരുവൻ ആത്മീകനെന്നോ പ്രവാചകനെന്നോ അവന് തോന്നുന്നെങ്കിൽ ഞങ്ങൾ എഴുതുന്നത് കർത്താവിൻ്റെ കൽപ്പന എന്നവൻ ഗ്രഹിച്ചു കൊള്ളട്ടെ. അപ്പോൾ ആ അർത്ഥത്തിൽ മാത്രമാണ് പോള് പോലും തൻ്റെ അപ്പോസ്തോലിക പദവിയെ കണ്ടത്. അല്ലാതെ അതൊരു സഭയിലെ ഹൈറാർക്കിയൽ ഓർഡറായിട്ട് ഒരിക്കലും ആദിമ സഭയിലെ ദൈവമക്കൾ ആരും അതിനെ കണ്ടില്ല. ഇത് നമ്മൾ എപ്പോഴും ഗ്രഹിക്കേണ്ടത്. ഇവിടെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, ഈ യോഹന്നാൻ എന്ന ആ വന്യ വയോധികൻ എന്നൊക്കെ നമുക്ക് പറയാൻ കഴിയുന്ന ആ അപ്പോസ്തോലൻ സത്യത്തിൽ തന്നെക്കുറിച്ച് വിശേഷിപ്പിക്കുന്നത് തൻ്റെ ദാസനായ യോഹന്നാൻ. പക്ഷെങ്കിൽ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ആ ദാസനെന്ന പ്രയോഗവും ഇറ്റ് ഈസ് എ ടേം ഓഫ് ഓണർ. കാരണം നമ്മൾ ആരുടെ ദാസനായിരിക്കുന്നു എന്നുള്ളതാണ് അതിനകത്തെ ഇമ്പോർട്ടൻസ്. നമ്മൾ കർത്താവിൻ്റെ ദാസന്മാരായിരിക്കുന്നു എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അതൊരിക്കലും നമ്മൾ മറന്നു പോകരുത്. പ്രത്യേകിച്ച് ഈ യോഹന്നാൻ ഇവിടെ തൻ്റെ ദാസനായ യോഹന്നാൻ എന്ന് തന്നെക്കുറിച്ച് വിശേഷിപ്പിക്കുന്നത് ഇത് അപ്പോസ്തലനാകുന്ന യോഹന്നാൻ അല്ല ഈ വെളിപ്പാട് പുസ്തകം എഴുതിയിരിക്കുന്നത് എന്ന് പറയുവാൻ കാരണമായി തീർന്ന ആ ഒരു ഡിബേറ്റ് സ്കോളേഴ്സിൻ്റെ ഇടയിൽ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് അല്പം കാര്യങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറയുന്നതായിരിക്കും. അപ്പോൾ അതിനോടുള്ള ബന്ധത്തിൽ ഇതിൻ്റെ ഡേറ്റിങ്ങിനെ കുറിച്ചും അധികമൊന്നും നമ്മൾ പോവുകയില്ല. കാരണം അതിൻ്റെ ആവശ്യമുണ്ടെന്ന് കരുതുന്നില്ല. എങ്കിലും അത്യാവശ്യമായിട്ട് ഇൻറ്റേർണൽ എവിഡൻസസ് അല്പം ചില കാര്യങ്ങൾ അത് എന്നെഴുതപ്പെട്ടു എന്നുള്ളത് അല്പം പ്രാധാന്യമുണ്ട് ഈ കാലഘട്ടത്തിൽ. അത് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു. കാരണം AD 70 മുമ്പ് എഴുതപ്പെട്ടു എന്ന് പറയുന്ന ദർ ഈസ് എ സ്കൂൾ ഓഫ് തോട്ട്, എസ്പെഷ്യലി അത് ഇപ്പോൾ അല്പം സ്ട്രോങ് ആയിട്ടുണ്ട്. അത് ചിലർ അത് ഔട്ട്സ്പോക്കൺ ആയിട്ട് പറയുന്നു,
മറ്റ് ചിലരുടെ ഇടയിൽ ഒരുപക്ഷെ ഒരു സംശയമായിട്ട് അത് കിടപ്പുണ്ടാകാം. ആരും പറയുന്നില്ലെന്നേ ഉള്ളൂ. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഇതൊക്കെ ഇങ്ങനെ അങ്ങ് വിശ്വസിച്ചങ്ങ് പോകാം. അങ്ങനെ ചിലരുണ്ട്. അവർക്ക് വേണ്ടി അല്പം ചില കാര്യങ്ങൾ, വളരെ അത്യാവശ്യമായിട്ട് ചില കാര്യങ്ങൾ പറയേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഒരു കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശയെന്ന് പറയുന്നത് നമ്മുടെ കർത്താവ് വരുന്നു എന്നുള്ളതാണ്. നമ്മുടെ കർത്താവ് വരുന്നു. അതൊരു ഒരു ഷുവർ പ്രോമിസാണ്. ആ പ്രോമിസിന് വേണ്ടി നമ്മൾ നോക്കി പാർത്ത് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ലെറ്റ് us be ready for the appearing of our Lord. നമ്മുടെ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കമുള്ളവരായിട്ട് നമുക്ക് ജീവിക്കാനായിട്ട് കഴിയണം. ലൈക്ക് എനി അതർ ബുക്ക് ഇൻ ദ ന്യൂ ടെസ്റ്റ്മെന്റ്, the study of the book of Revelation must change us. വേദപുസ്തകത്തിലെ, പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന മറ്റ് എല്ലാ പുസ്തകങ്ങളെ പോലെ തന്നെ വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന് വ്യത്യാസം ഉണ്ടാകണം. അതുണ്ടാകുന്നില്ലെങ്കിൽ, ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ക്യൂരിയോസിറ്റിക്ക് വേണ്ടിയിട്ടല്ല ഇത് തന്നേക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. മിഡിൽ ഈസ്റ്റിൽ എത്ര ഗ്യാലൻ ഓയിൽ ഉണ്ടെന്നുള്ളതൊന്നും നമ്മൾ അറിഞ്ഞില്ലെങ്കിലും ഒന്നും സംഭവിക്കാനില്ല. നമ്മൾ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കമുള്ളവരായിട്ട് ജീവിക്കണം. ആ കർത്താവിൻ്റെ വരവിനെ ബന്ധപ്പെടുത്തുന്നവരാകണം. കർത്താവിൻ്റെ വേലയിൽ നമുക്ക് വർദ്ധിച്ചു വരാനായിട്ട് കഴിയണം. ഇതെല്ലാം ആയിരിക്കണം നമ്മുടെ ലക്ഷ്യം. ദൈവം അതിനായിട്ട് നമ്മെ സഹായിക്കട്ടെ. താങ്ക് യു ഓൾ ഫോർ ലിസണിങ് ടു മീ വെരി പേഷ്യൻ്റ്ലി. God bless you. Over to you, dear pastor. Thank you.